നമസ്കാരം. ചെമ്പനിയപ്പൂവിന്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ കഥയാണ് പറയുന്നത്. ഉടനെ തന്നെ കാണിക്കാൻ പോകുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഇത്. അങ്ങനെ ചന്ദ്രമതി തന്റെ വീട്ടുകാരെ അപമാനിച്ചതൊക്കെ ഓർത്ത് രാത്രി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും നമ്മുടെ രേവതി. ആ സമയത്തായിരിക്കും സച്ചി ജോലിയെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തുന്നത്. രേവതി, എനിക്ക് നാളെ കുറച്ച് നേരത്തെ പോണം കേട്ടോ, ഒരു ട്രിപ്പ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സച്ചി ഇങ്ങനെ രേവതിയുടെ അടുത്ത് വരുമ്പോ രേവതിയാണെങ്കിൽ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അല്ല, ഇവളെന്താ ഒന്നും മിണ്ടാത്തതെന്ന് കരുതി തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും രേവതി കരഞ്ഞുകൊണ്ടിരിക്കുന്നത് സച്ചി കാണുന്നത്. എന്തു പറ്റിയെന്ന് സച്ചി ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ലെന്ന് രേവതി മറുപടിയും കൊടുക്കുന്നു. ഒന്നുമില്ലാഞ്ഞിട്ടാണോ നീ കരഞ്ഞുകൊണ്ടിരുന്നത്? അമ്മ വീണ്ടും നിന്നെ എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ സച്ചി തിരക്കുമ്പോ അമ്മ ഇനി എന്തു പറയാനാ, പറയാനുള്ളിടത്തുള്ള എല്ലാം അമ്മ പറഞ്ഞു കഴിഞ്ഞു. എന്റെ കുടുംബത്തിന് ഇവിടെ വന്ന് തല കുനിച്ച് നിൽക്കേണ്ടി വന്നില്ലേ? അമ്മ എന്തെല്ലാം പറഞ്ഞാണ് അമ്മയെ അപമാനിച്ചത്, ഞാൻ അതെങ്ങനെ സഹിക്കുമെന്നൊക്കെ പറഞ്ഞ് വീണ്ടും കരയുക തന്നെയാണ് രേവതി. ഇതൊക്കെ കേൾക്കുന്ന സച്ചിയാണെങ്കിൽ രേവതിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അതെല്ലാം കഴിഞ്ഞു പോയില്ലേ രേവതി, നീ വീണ്ടും അതൊക്കെ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണോ? അമ്മയുടെ വാ അടച്ചുപൂട്ടാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. ശരത്ത് നിരപരാധിയാണെന്നും സുധിയാണ് ആ പണം എല്ലാം മോഷ്ടിച്ചതെന്നും എല്ലാവർക്കും മനസ്സിലായല്ലോ. പിന്നെന്തിനാ നീ ഇനി അതൊക്കെ ഓർത്ത് വീണ്ടും കരയുന്നത് എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട് രേവതിയോട്. എന്നാൽ രേവതി പറയും, എന്നാലും സച്ചിയേട്ടാ, ഇതുപോലൊരു കുറ്റം അവന്റെ മേലെ വന്നില്ലേ? ഞങ്ങൾ പാവപ്പെട്ടവരായതുകൊണ്ട് ആർക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞ് ഞങ്ങളെ തട്ടിക്കളിക്കാമല്ലോ. അങ്ങനെയും പറഞ്ഞ് രേവതി വീണ്ടും വിഷമിക്കുമ്പോ സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇവിടെയുള്ള ബാക്കിയുള്ളവരൊക്കെ പിന്നെ ഈ സമ്പന്ന കുടുംബത്തിൽ നിന്നും വന്നവരാണോ? ഈ വീട് അമ്മയുടെ പേരിലായതിന്റെ അഹങ്കാരമാണ് അമ്മയ്ക്ക്. പക്ഷെ ബാക്കിയുള്ളവരൊക്കെ പണക്കാരാണോ? ഞാൻ പോലും വെറും ഒരു ഡ്രൈവർ അല്ലേ രേവതി, എന്നിട്ടും നീ എന്തിനാ വെറുതെ നിന്റെ കുടുംബത്തിനെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട് സച്ചി. അതല്ല സച്ചിയേട്ടാ, ഇന്ന് ശരത്തിന്റെ സ്ഥാനത്ത് ശ്രുതിയുടെ അനിയനോ മറ്റോ ആയിരുന്നെങ്കിൽ അമ്മ അങ്ങനെ പറയാൻ പോയിട്ട് ആലോചിക്കുക പോലും ഇല്ലായിരുന്നു. അവള് വലിയ പണക്കാരിയല്ലേ, മലേഷ്യൻ കുടുംബം, അതിന്റെ മര്യാദ എന്തായാലും അമ്മ അവൾക്ക് കൊടുക്കുമല്ലോ. ഉടനെ സച്ചി പറയുന്നുണ്ട്, ഓ, ഒരു മലേഷ്യൻ മദാമ വന്നിരിക്കുന്നു, അതൊക്കെ അവള് പറയുന്നതല്ലേ, അതൊക്കെ സത്യമാണോ എന്ന് ആർക്കറിയാം? കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും അവളുടെ അച്ഛൻ എന്ന് പറയുന്ന ആ മലേഷ്യക്കാരൻ നമ്മുടെ അച്ഛനെയോ അമ്മയോ ഒന്ന് വിളിച്ചിട്ട് പോലും ഇല്ല. അതിൽ തന്നെ ഒരു കള്ളത്തരം മണക്കുന്നില്ലേ രേവതി? മാത്രമല്ല കുറെ കാലമായി ഒരു മലേഷ്യയുടെ കഥ കേൾക്കാൻ തുടങ്ങിയിട്ട്. അവൾ ആരായാലും നമുക്കെന്താ രേവതി, നീ അതൊന്നും ഓർത്ത് ഇങ്ങനെ വിഷമിക്കല്ലേന്ന് സച്ചി വീണ്ടും പറയുന്നുണ്ട് രേവതിയോട്. എന്റെ അമ്മയെ എന്തൊക്കെയാണെന്നറിയോ ഇവിടുത്തെ അമ്മ പറഞ്ഞത്? ഇവരുടെ മുമ്പിൽ എന്റെ അമ്മ തലകുനിച്ച് നിൽക്കുന്നത് കണ്ടപ്പോ എനിക്ക് എന്തുമാത്രം വിഷമമായെന്നറിയോ? പുറത്തു നിന്നുള്ളവരാരെങ്കിലും ആണ് എന്റെ അമ്മയോട് ഇങ്ങനെയൊക്കെ പറഞ്ഞതെങ്കിൽ ഞാൻ നല്ല മറുപടി തന്നെ തിരിച്ചു കൊടുത്തേനെ. ഇവിടെ പക്ഷെ എനിക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല, പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ പരിതപിക്കുമ്പോ, പറയാൻ പറ്റില്ലെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അമ്മ പറഞ്ഞ അതേ രീതിയിൽ തന്നെ അവർക്ക് തിരിച്ചു കൊടുക്കാമായിരുന്നു. അത് അപ്പ ചെയ്യാതെ ഇപ്പൊ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? അങ്ങനെ സച്ചിയും പറയുമ്പോ, എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്നാ സച്ചിയേട്ടൻ ഈ പറയുന്നത്? കള്ളക്കൂട്ടങ്ങളാണെന്നും പറഞ്ഞ് ഞങ്ങളുടെ കുടുംബത്തെ ഒന്നാകെ അപമാനിച്ചില്ലേ? കാല് വയ്യാഞ്ഞിട്ടും ആ കാല് കൊണ്ട് വൈകുന്നേരം വരെ നിന്ന് പൂമാല വിറ്റിട്ടാണ് അമ്മ ചെലവിനുള്ള ക്യാഷ് കണ്ടെത്തുന്നത്. അങ്ങനെയുള്ള അമ്മയാണ് കള്ളന്റെ കുടുംബം എന്നൊക്കെ പറഞ്ഞ് അമ്മ അപമാനിച്ചത്. അതെങ്ങനെ സഹിക്കും സച്ചിയേട്ടാ എന്നൊക്കെ പറഞ്ഞ് രേവതി ഇങ്ങനെ പൊട്ടിക്കരയുകയാണ് ചെയ്യുന്നത്. സച്ചിയും പറയുന്നുണ്ട്, എനിക്ക് മനസ്സിലാകും രേവതി നിന്റെ വിഷമം, കഷ്ടമായി പോയി, അമ്മ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയി. എന്തായാലും വൈകിയാണെങ്കിലും സത്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായല്ലോ. അമ്മയ്ക്ക് ഞാൻ നല്ല മറുപടി തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. നീ തൽക്കാലം അതോർത്ത് ആശ്വസിക്കേ എന്നെല്ലാം പറഞ്ഞ് സച്ചി രേവതി ആശ്വസിപ്പിക്കുമ്പോൾ അമ്മയെക്കുറിച്ചാണ് സങ്കടമെന്ന് രേവതി പറയുന്നത് കേട്ട്, അതിനെക്കുറിച്ച് ഓർത്തും നീ സങ്കടപ്പെടണ്ട. അമ്മയോട് അച്ഛനൊക്കെ സംസാരിച്ചത് നല്ല രീതിയിലായിരുന്നല്ലോ. മാത്രമല്ല എന്റെ അമ്മയെ കൊണ്ട് നിന്റെ കുടുംബത്തോട് മുഴുവൻ മാപ്പ് പറയിച്ചല്ലോ നമ്മുടെ അച്ഛൻ. അതുകൊണ്ട് അവരുടെ സങ്കടമൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷെ രേവതി പറയും, അങ്ങനെയല്ല സച്ചിയേട്ടാ, അമ്മയെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാ. എന്റെ അമ്മ ഇത് തന്നെ ആലോചിച്ച് നേരെ വെളുക്കോളം ഉറങ്ങാതിരിക്കും, മനസ്സ് വിഷമിപ്പിച്ച് എന്തെങ്കിലും അസുഖം വരുത്തി വെക്കുകയും ചെയ്യും. അതൊക്കെ ഓർത്തിട്ടാണ് എന്റെ പേടിയെന്ന് പറയുമ്പോ, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല രേവതി, അവിടെ ദേവുവൊക്കെ ഉണ്ടല്ലോ, അവൾ നോക്കിക്കോളൂ അമ്മയെ, നീ ഒന്ന് സമാധാനിക്ക്. രേവതി ആണെങ്കിൽ വീണ്ടും പറയുന്നുണ്ട്, ഒരു തവണ കള്ളന്റെ കുടുംബം എന്നുള്ള പേര് വീണ വീണ്ടും എപ്പോ വേണമെങ്കിലും എന്റെ കുടുംബത്തിന്റെ മേല് ആ പേര് വീഴാം. നീ അത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാതെ അക്കാര്യം വിട്ടുകളാ. എന്റെ അമ്മയെക്കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. അവര് പറയുന്നതൊക്കെ ഒരു വിഷയമായിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ നേരം കാണും. തൽക്കാലം ഈ കരച്ചിലൊക്കെ ഒന്ന് നിർത്തി കണ്ണും മുഖമൊക്കെ ഒന്ന് തുടയ്ക്കാൻ പറയുന്നുണ്ട് സച്ചി. രേവതിയാണെങ്കിൽ അതൊന്നും അനുസരിക്കുന്നില്ല, കരഞ്ഞുകൊണ്ട് തന്നെ ഇരിപ്പാണ്. ഒടുവിൽ സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട്. നിന്നോട് ഞാൻ പറഞ്ഞൊന്ന് അനുസരിച്ചൂടെ രേവതി, ഈ കരച്ചിലൊക്കെ നിർത്തി ആ കണ്ണൊന്ന് തുടയ്ക്ക് എന്ന് ശബ്ദം ഉയർത്തിക്കൊണ്ട് പറയുമ്പോ അത് കേൾക്കുന്നതും രേവതി വേഗം തന്നെ കരച്ചിൽ നിർത്തി കണ്ണൊക്കെ തുടയ്ക്കുന്നുണ്ട്. ഇത് സച്ചിയാണെങ്കിൽ ഒരു ചെറു പുഞ്ചിരിയോടെ ആ വാട്ടർ ബോട്ടിൽ എടുത്ത് നാ വെള്ളം കുടിക്കെന്നും പറഞ്ഞ് രേവതിയുടെ കയ്യിലേക്ക് വെള്ളവും കൊടുക്കുന്നുണ്ട്. രേവതി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുമ്പോ സച്ചി വീണ്ടും പറയുന്നുണ്ട്, നോക്ക് രേവതി, ആരെന്തൊക്കെ പറഞ്ഞാലും വെറുതെ കരയാൻ വേണ്ടി മാത്രം നിൽക്കരുത്. അച്ഛമ്മ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ എന്തു തന്നെ വന്നാലും സത്യം മാത്രം പറയണമെന്ന്.
അത് നമ്മളെ ഏത് പ്രശ്നങ്ങളിൽ നിന്നും രക്ഷിക്കുമെന്ന്. ഇന്നിവിടെ നടന്നതും അത് തന്നെയാ. ശരത്തിന്റെ മേലെ ഒരു തെറ്റുമില്ല, അവൻ നല്ലവനായതുകൊണ്ട് സത്യം എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ഇങ്ങനെയൊക്കെ സച്ചി പറയുന്നത് കേൾക്കുമ്പോൾ രേവതിയാണെങ്കിൽ സച്ചിയെ തന്നെ ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ട് നിൽക്കുവാണ്. ആ രേവതിയുടെ നോട്ടം കാണുന്ന സച്ചി, എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നത്? ഞാൻ പറഞ്ഞ സത്യമല്ലേ? നല്ലത് ചെയ്താൽ നല്ലത് തന്നെയാ നടക്കുക, അതാണ് സത്യം. അമ്മ ചിലപ്പോ വായി തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞെന്നിരിക്കും. അതോടൊപ്പം സച്ചി ചോദിക്കുന്നുണ്ട്, നീ പൂ കെട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്, ദിവസവും പൂ കെട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന്. രേവതി അതിന് മറുപടിയായിട്ട്, അക്കാര്യം സച്ചിയേട്ടന് അറിയാലോ, പിന്നെന്തിനാ ചോദിക്കുന്നത് എന്ന. സച്ചി ഉണ്ടോ ഇല്ലയോ അതിന് മാത്രം മറുപടി തന്നാ മതി എന്ന് പറയുമ്പോ ഉണ്ടെന്ന് രേവതി പറയുന്നത് കേട്ട്, എങ്കിലേ നീ കെട്ടുന്ന പൂവിനെല്ലാം ഒരുപോലത്തെ കളറാണോ എന്ന് ചോദിക്കുമ്പോ, അതെങ്ങനെ ഒരുപോലത്തെ കളറാകും സച്ചിയേട്ടാ, ഓരോ പൂവിനും പേര് പോലെ പല പല കളറുകളല്ലേ എന്ന് പറയുന്നുണ്ട് രേവതി. അങ്ങനെ രേവതി പൂക്കളെ പറ്റിയൊക്കെ ഇങ്ങനെ വാദവരാതെ സംസാരിക്കാൻ തുടങ്ങുന്നതും, മതി ഇനിയിപ്പോ പൂക്കളെ കുറിച്ചുള്ള നിന്റെ ഒരു പ്രസംഗം കൂടെ എനിക്ക് കേൾക്കാൻ വയ്യ. അല്ല, ഞാനിപ്പോ എന്താ പറയാൻ വന്നതെന്ന് ചിന്തിച്ചു നിൽക്കുന്നുണ്ട് സച്ചി. എന്നിട്ട് അത് ഓർത്തെടുത്തുകൊണ്ട്, ഇപ്പൊ പിടികിട്ടി. അങ്ങനെ പൂക്കൾ പോലും പല കളറുകളിലും ആയിരിക്കുമ്പോ മനുഷ്യരുടെ മനസ്സ് ഒരുപോലെ ആയിരിക്കുമോ? എല്ലാ മനുഷ്യരും ഒരുപോലെ ആയിരിക്കില്ല രേവതി. എന്റെ അമ്മയെ പോലെയും ചിലരുണ്ടാകും. അതുകൊണ്ട് അതൊന്നും നീ കാര്യമൊക്കെ എടുക്കണ്ട രേവതി. അങ്ങനെ ഉദാഹരണ സഹിതമൊക്കെ സച്ചി രേവതിക്ക് മനസ്സിലാക്കി കൊടുക്കുമ്പോ, അതൊക്കെ എനിക്കും അറിയാം സച്ചിയേട്ടാ, എങ്കിലും നാളെ ഒരിക്കലും അമ്മ വീണ്ടും ഇങ്ങോട്ട് വരേണ്ടി വരില്ലേ? അതുപോലെ ദേവും ഇങ്ങോട്ട് വരാൻ അവരിനി ഭയപ്പെടില്ലേ എന്നൊക്കെ ഓർക്കുമ്പോഴാണെന്ന് രേവതി പറയുന്നതും, എന്തിനു ഭയപ്പെടണം? അമ്മയെക്കുറിച്ചോർത്ത് അവരോട് ഇങ്ങോട്ട് വരാതിരിക്കരുതെന്ന് നീ പ്രത്യേകം പറയണം. ഇതേ നമ്മുടെ വീടാണ്, അവർക്ക് ഇങ്ങോട്ട് വരാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അതല്ല, ഇങ്ങനെ ഒരു കുറ്റം അവരുടെ മേലെ ചാർത്തി കൊടുത്തില്ലേ? അങ്ങനെയാകുമ്പോ ഇനിയും അവരെങ്ങനെ ഇങ്ങോട്ട് വരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് രേവതി. അപ്പൊ സച്ചി പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്താ അവർക്ക് വരാൻ പറ്റാത്തത്? ഇവിടെ അവരുടെ ചേച്ചിയായ നീയില്ലേ, ഞാനില്ലേ? നിന്റെ അമ്മയും ശരത്തും ദേവും ഒക്കെ ഇപ്പോൾ എന്റെയും കൂടെ സ്വന്തമാണ് രേവതി. ഞാൻ അവരുടെ സ്വന്തം ഏട്ടനാണ്. ഇതൊന്നും ഒരിക്കലും മാറാൻ പോകുന്നില്ല. അവരിങ്ങോട്ട് വരാൻ പേടിക്കുമെന്ന് എന്തിന്റെ പേരിൽ നീ പറഞ്ഞതാണെങ്കിലും ഞാൻ അതിനോട് യോജിക്കുന്നില്ല. അമ്മ എത്രയൊക്കെ കുറ്റപ്പെടുത്തിയാലും അതൊന്നും മാറാനും പോകുന്നില്ല. നമ്മളിവിടെ ഉള്ളിടത്തോളം കാലം അവരിങ്ങോട്ടും നമ്മൾ അങ്ങോട്ടും പോയിരിക്കും എന്നെല്ലാം പറഞ്ഞ് രേവതിയുടെ ഓരോ ആശങ്കകളും സച്ചി മാറ്റി കൊടുക്കുന്നുണ്ട്. രേവതിയാണെങ്കിൽ നിറ കണ്ണുകളോടെ ഓടി വന്ന് സച്ചിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. രേവതി വീണ്ടും കരയുന്നത് കണ്ട് സച്ചി ഇങ്ങനെ കുറ്റപ്പെടുത്തുമ്പോ, ഞാനിപ്പോ കരയുന്നത് സന്തോഷം കൊണ്ടാണ് സച്ചിയേട്ടാ, സച്ചിയേട്ടൻ എന്നെ ഇത്രത്തോളം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയെ കെട്ടിപ്പിടിക്കുക തന്നെയാണ് ചെയ്യുന്നത് രേവതി. സച്ചിയുടെ ഷർട്ടിൽ വലിച്ചു പിടിച്ചുകൊണ്ട് ആ കവിളിൽ അമർത്തി ചുംബിക്കുകയും കൂടെ ചെയ്യുമ്പോഴത്തേക്കും സച്ചിയുടെ കണ്ണ് തള്ളിപ്പോകുന്നുണ്ട്. അങ്ങനെ സച്ചിയെ ചുംബിച്ചുകൊണ്ട് രേവതി പിന്തിരിയാൻ തുടങ്ങുന്നതും രേവതിയുടെ കയ്യിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് രേവതിയുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് സച്ചി. അല്പനേരം സ്വയം മറന്ന് രേവതിയുടെ കണ്ണുകളിലേക്ക് തന്നെ ഇങ്ങനെ ഉറ്റുനോക്കി നിന്ന് ശേഷം രേവതിയും കെട്ടിപ്പിളരുന്നുണ്ട് സച്ചിയും. ചന്ദ്രമതി എത്രയൊക്കെ രേവതിയും സച്ചിയും തകർക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവര് കൂടുതൽ അടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കാണിക്കുന്നത് ചന്ദ്രമതി സുധിയെ വിളിച്ചുകൊണ്ട് നേരെ തന്റെ റൂമിൽ പോയി വാതിലടക്കുകയാണ്. തുടർന്ന്, എന്തിനാടാ നീ ഇത് ചെയ്തത്? എന്തിനാ എന്റെ പണം മോഷ്ടിച്ചത് എന്നും ചോദിച്ച് സുധിയെ തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ട്. പറയടാ, നീ എന്തിനാ പണം മോഷ്ടിച്ചത്? അത് എടുത്തോണ്ട് പോയിട്ടും ആ കാര്യം എന്നോടൊന്ന് പറയാൻ പോലും നിനക്ക് തോന്നിയോ? നീ എന്നോടത് പറഞ്ഞിരുന്നെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഞാൻ ഇത്രയും നാണം കെടുവായിരുന്നോ എന്നൊക്കെ ചോദിച്ച് തന്റെ ദേഷ്യം തീരുവോളം സുധിയെ തലങ്ങും വിലങ്ങും അടിക്കുന്നുണ്ട് ചന്ദ്രമതി. ഒടുവിൽ ചന്ദ്രമതി അവിടെ തളർന്നിരിക്കുന്നതും, സോറി അമ്മേ, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. ഹണിമൂണിന് പോകാൻ ടിക്കറ്റ് എടുക്കാൻ പറഞ്ഞപ്പോ വേറെ വഴിയില്ലാതെ ഞാനത് ചെയ്തു പോയതാ. ഇത്രയും നാളും ജോലി ചെയ്ത സ്ഥാപനത്തിലെ ഓണറോട് പോയിട്ട് എന്റെ കൂലി ചോദിച്ചിട്ടും അയാൾ എനിക്കത് തന്നില്ല. എനിക്ക് ജോലിയില്ലെന്നും ടിക്കറ്റ് എടുക്കാൻ എന്റെ കയ്യിൽ പണമില്ലെന്നും ശ്രുതിയോട് എനിക്ക് പറയാൻ പറ്റുമോ? അതുകൊണ്ടൊക്കെയാണ് ഞാൻ ആ പണം എടുത്തത്. എന്നോട് അമ്മ ക്ഷമിക്കണം, സോറി എന്നൊക്കെ പറഞ്ഞ് സുധി കരയുന്നുണ്ട് ചന്ദ്രമതിയുടെ മുമ്പിൽ. ചന്ദ്രമതിയാണെങ്കിലും സുധിയോട് പറയുന്നുണ്ട്, നീ എന്നോട് ആ പണം ചോദിച്ചിരുന്നെങ്കിൽ ഞാനത് സന്തോഷത്തോടെ എടുത്ത് തരുമായിരുന്നു. പക്ഷെ ഇപ്പൊ എന്താ സംഭവിച്ചത്? ആ കള്ളന്റെ കുടുംബത്തിന് മുമ്പിൽ തല കുനിച്ച് നിൽക്കേണ്ടി വന്നില്ലേ? മാത്രമല്ല, നിന്റെ അച്ഛൻ എന്നെ കൊണ്ട് അവരോട് മാപ്പും പറയിപ്പിച്ചു. അവർക്ക് മുമ്പിൽ എന്റെ തൊലി ഉരിഞ്ഞു പോയില്ലേടാ. സുധിയും പറയുന്നുണ്ട്, ഞാൻ ഇക്കാര്യം അമ്മയോട് പറയണമെന്ന് കരുതിയതായിരുന്നു. അപ്പോഴേക്കും പണം കാണാനില്ലെന്നും പറഞ്ഞ് അമ്മ വെറുതെ പ്രശ്നം ഉണ്ടാക്കി. അത് കേൾക്കുന്ന ചന്ദ്രമതി തിരിച്ചു പറയുന്നുണ്ട്, എടാ, നമ്മുടെ വീട്ടിലിരിക്കുന്ന പണം നിനക്ക് കട്ടോണ്ട് പോകേണ്ട ആവശ്യം വല്ലതും ഉണ്ടായിരുന്നോ? അതും എന്റെ കയ്യിലുള്ളത്. ഞാൻ അപ്പോ ഒരു നുണ പറഞ്ഞ് നിന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ആ സച്ചി എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നിന്നെ അടിച്ചു കൊന്നേനെ. ശ്രുതിക്ക് മുമ്പിൽ നിന്റെ മാനവും മര്യാദയും എല്ലാം നഷ്ടപ്പെട്ടു പോയനെ. അവള് നിന്നെ എത്രമാത്രം വിശ്വസിക്കുന്നുണ്ട്, അതെല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് പോയനെ. നീ അതൊന്നും ചിന്തിക്കാതെയാണല്ലോ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു വച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോ, സോറി അമ്മേ, ഇത്തവണത്തേക്ക് അമ്മ എന്നോടൊന്ന് ക്ഷമിച്ചേക്ക്. ഇനി ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് പറയുന്നുണ്ട് സുധി. ആ സമയം സുധിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചന്ദ്ര പറയുന്നുണ്ട്, എന്റെ അഭിമാനമാണ് നീ എന്നും പറഞ്ഞുകൊണ്ട് നടക്കുന്നവളാണ് ഞാൻ. ആ നീ കാരണം ഇനി ഈ
അമ്മയ്ക്ക് ഒരാളുടെ മുമ്പിലും തല കുനിച്ച് നിൽക്കേണ്ടി വരരുത്. നിന്റെ ജോലി നഷ്ടപ്പെട്ട കാര്യം ശ്രുതി അറിയുന്നതിന് മുമ്പേ എങ്ങനെയെങ്കിലും മറ്റൊരു ജോലി കണ്ടെത്താൻ നീ ശ്രമിക്കണം. ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിന്റെ എല്ലാ പ്രശ്നവും തീരും. അതുകൊണ്ട് മോൻ സമാധാനമായിട്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് ചന്ദ്ര. ശരിയമ്മേ, എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ മറ്റൊരു ജോലി നോക്കിക്കൊള്ളാം എന്ന് ശ്രുതിയും പറയുന്നു. അങ്ങനെയും പറഞ്ഞ് ശ്രുതി അവിടെ നിന്ന് എണീറ്റ് പോകുമ്പോൾ ശ്രുതിയുടെ അവസ്ഥയോർത്ത് വിഷമിക്കുക തന്നെയാണ് ചന്ദ്രമതി.